ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ രാവിലെ ചായക്ക് കഴിക്കാൻ ദോശയും തക്കാളി ചമ്മന്തി ആയിരുന്നു. ഇത് നല്ല ടേസ്റ്റുള്ളൊരു തക്കാളി ചമ്മന്തിയാണ്. ഇതിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കണ്ടു നോക്കാം കേട്ടോ. പിന്നെ മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനെന്നുണ്ടാക്കിയത് മുരിങ്ങടയില ഉപ്പേരിയാണ് കേട്ടോ. അത് തേങ്ങക്ക് പകരം കോഴിമുട്ട ഇട്ട് ചിക്കിയത്, പിന്നെ ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്തത് ഇവിടെ നല്ല ഇഷ്ടമാണ്. അത് മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കുറേ ദിവസമായി വിചാരിച്ചിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു പാത്രമാണിത്. നമ്മൾ അടുക്കളയിലേക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു പാത്രമാണ്. ഈ എല്ലാ മസാലപ്പൊടികളും കൂടിയിട്ട് വലിയൊരു പാത്രത്തിൽ ഇട്ട് വെക്കാൻ പറ്റിയത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. അകത്ത് 7 കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ. പിന്നെ ഇതിൻ്റെ പുറത്തുള്ള പാത്രം ശരിക്കും ഒരു ചോറ്റുപാത്രം പോലെ തന്നെ വലിയൊരു ചോറ്റുപാത്രം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ചെറിയൊരു സ്പൂണും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. 500 സംതിങ് ആയി ഇതിൻ്റെ വില. ഇന്ന് കറി വെക്കാൻ കിട്ടിയത് നല്ല പഞ്ഞീനൊക്കെ ഉള്ള മത്തിയാണ്. കാര്യം മത്തിക്ക് നല്ല വിലയാണെങ്കിലും നല്ല മത്തിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ കുറച്ചേ വാങ്ങിച്ചുള്ളൂ, 1/2 കിലോ വാങ്ങിച്ചുള്ളൂ. പക്ഷേ ഇതുകൊണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടിയിട്ട് അരച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് കായം പരട്ടുന്ന പോലെ എല്ലാം കൂടി ഒന്ന് കൂട്ടി കുഴച്ച് കുറച്ച് പെരുംജീരകം കൂടി അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെറിയൊരു കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് ചീറ്റിച്ച് കൊടുത്ത് കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ്. എന്നിട്ട് നമ്മൾ കായം തേച്ച് വെച്ചിരുന്ന മത്തി എല്ലാം കൂടി എടുത്തിട്ട് ഒന്നിനു മേലെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് അതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരൊറ്റ പ്രാവശ്യം മാത്രം അതിൻ്റെ നീരെടുത്തിട്ട് അത് മുഴുവൻ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് കുക്കർ നന്നായി അടച്ചിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അതിൽ ഒരൊറ്റ വിസിലാകുന്നത് വരെ വേവിക്കാൻ വെച്ച്. ഒരൊറ്റ വിസിലായപ്പോൾ അത് തുറന്ന് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു, നന്നായി വറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ചോറിന് അത് മാത്രം കൂട്ടി കഴിച്ചിട്ട് എനിക്ക് പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.